Dear children, welcome to our class. So, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 7ന്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ആണ്. സോ അതിന്റെ ബാക്കി ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് പ്രയോജനപ്രദമായ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ അനാലിസ് ചെയ്യുന്നത്. സോ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. പേജ് നമ്പർ 98 മുതലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന പോർഷൻ, ഇന്നത്തെ പോർഷൻ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ ക്രോപ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫുഡ് ക്രോപ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്യാഷ് ക്രോപ്സ്. ഏതൊക്കെയാണ്? ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. Agricultural crops can be mainly classified into two categories or two types. Which are they? Food crops and cash crops. ഇനി എന്താണ് ഫുഡ് ക്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്? നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ. ഫോർ ഫുഡ്, ക്രോപ്സ് ഫോർ ഫുഡ്. അപ്പം നോക്കൂ, ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ഈസ് നോൺ ആസ് ഫുഡ് ക്രോപ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുക? ഫുഡ് ക്രോപ്സ് എന്ന് പറയുക. ഇല്ലേ? അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയതേ. റൈസ്, വീറ്റ്, കോൺ, ടപ്പിയോക്ക, ഇതെല്ലാം എന്താണ്? ഫുഡ് ക്രോപ്സ് ആണ്. ഇല്ലേ? അപ്പൊ ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്. നമ്മുടെ ആഹാര പദാർത്ഥമായിട്ടില്ല, ആഹാരത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ മെയിൻലി എന്തെന്ന് പറയുക? ഫുഡ് ക്രോപ്സ് എന്ന് പറയാം. അല്ലെ? അപ്പൊ ഇത് രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ക്യാഷ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ക്രോപ്സ് ആണ് ക്യാഷ് ക്രോപ്സ്. കണ്ടോ? ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? വാണിജ്യ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്യാഷ് ക്രോപ്സ് എന്ന് പറയുക. ക്യാഷ് ക്രോപ്സിന്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. റബ്ബർ, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ് എക്സെട്ര. ഇല്ലേ? റബ്ബറൊക്കെ നമുക്ക് എന്താ? വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടയർ ഇൻഡസ്ട്രി. സോ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരുത്തി. നമുക്ക് കോട്ടൺ യൂസ് ചെയ്തുകൊണ്ട്, കോട്ടൺ ക്രോപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. സോ ഇതെല്ലാം ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്രോപ്സിനെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഏതൊക്കെ ക്രോപ്സ് ആണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. നോക്കൂ, റബ്ബർ, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ്, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. അതേസമയം തന്നെ റൈസ്, വീറ്റ്, കോൺ, ടപ്പിയോക്ക, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഫുഡ് ക്രോപ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. അഗ്രികൾച്ചർ ക്രോപ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. ഫുഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഫുഡ് ക്രോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ക്രോപ്സിനെ എല്ലാം നമുക്ക് ക്യാഷ് ക്രോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതിന്റെ ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഫുഡ് ക്രോപ്സിനെയും ക്യാഷ് ക്രോപ്സിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഇത് നമ്മൾ കൂടുതലായിട്ടും കൾട്ടിവേഷൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് വീറ്റ് ആണ്. വീറ്റ് നമ്മുടെ ഫുഡ് ക്രോപ്സിൽ വരുന്നതാണ്. വീറ്റ് നമ്മൾ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ് ആൻഡ് ഹരിയാന. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഏതൊക്കെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വീറ്റ് ഫുഡ് ക്രോപ്സ് ആണ്. അത് നമ്മൾ കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ് ആൻഡ് ഹരിയാന. നെക്സ്റ്റ് വൺ റൈസ് ആണ്. അതും ഫുഡ് ക്രോപ്സ് ആണ്. റൈസ് മെയിൻലി കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് ബീഹാർ. ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, ബീഹാർ. ലാസ്റ്റ് വൺ ഈസ് കോട്ടൺ ആണ്. കോട്ടൺ നമ്മുടെ ഫുഡ് ക്രോപ്സ് അല്ല. കോട്ടൺ ഏതാണ്? ക്യാഷ് ക്രോപ്സ് ആണ്. കോട്ടൺ മെയിൻലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് നോക്കൂ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. നമ്മളിതൊന്ന് അത്യാവശ്യം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും, ഏതൊക്കെ ക്രോപ്സ് എവിടെയൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത്
അഗ്രികൾച്ചർ ആൻഡ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു സെക്ഷനാണ്. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 100 ആണ്. നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 100 ആണ്. എന്താണ് പഠിക്കുന്നത്? അഗ്രികൾച്ചർ ആൻഡ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്നാണ് അതിന്റെ മീനിങ്. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, agro based industries are mainly depend on agriculture section or agricultural crops, അല്ലെങ്കിൽ നമുക്ക് agricultural products എന്ന് പറയാം. എന്താണ് പറഞ്ഞത്? agro based industries are mainly depend on agricultural crops അല്ലെങ്കിൽ agricultural products എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ആരെ ആശ്രയിച്ചിരിക്കുന്നത് ആരെയാണ്? അഗ്രികൾച്ചറൽ ക്രോപ്സിനെയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ഇൻഡസ്ട്രീസ് നിലനിന്ന് പോകുന്നത്? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അഥവാ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസുമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കോട്ടൺ ആണ്, പരുത്തി അല്ലേ. അപ്പൊ കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തൊരു ഉദാഹരണമാണ്? ഒരു ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എക്സാമ്പിൾ ആണ്. ഏത്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. ഏത് റോ മെറ്റീരിയൽ ആണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് ലഭിക്കുന്നത്? കോട്ടൺ. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ നോക്കാം, ഷുഗർ കെയിൻ ആണ്, കരിമ്പാണ്. അപ്പൊ കരിമ്പ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കരിമ്പ് എന്ന് പറയുന്ന ക്രോപ്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഇൻഡസ്ട്രി ആണ് ഏത് ഇൻഡസ്ട്രി? ഷുഗർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അതായത് ആ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് റബ്ബർ ആണ്. റബ്ബറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടയർ ഇൻഡസ്ട്രി അല്ലേ. അതൊരു ഇൻഡസ്ട്രിയാണ്. കാരണം ഇതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് റബ്ബർ. അത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആഗ്രോ ബേസ്ഡ് സെക്ഷനിൽ നിന്നാണ് അല്ലെ, അഗ്രികൾച്ചറൽ സെക്ഷനിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ നോക്കാം, കോക്കനട്ട് അല്ലേ. കോക്കനട്ട് നമ്മുടെ തേങ്ങ. അത് കോക്കനട്ട് യൂസ് ചെയ്ത് ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലേ. കോക്കനട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ കോക്കനട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോക്കനട്ട് റോ മെറ്റീരിയൽ ആയിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏത്? ഓയിൽ ഇൻഡസ്ട്രി. ഉണ്ടോ? അത് ഓയിൽ ഇൻഡസ്ട്രി ആണ്. ലാസ്റ്റ് വൺ ഈസ് മിൽക്ക്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഇത് മിൽക്ക് ആണ്. മിൽക്ക് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഡയറി ഇൻഡസ്ട്രി. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണ്? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ക്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രവർത്തിച്ചു പോകുന്നത് അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അത്രയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓരോ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഇൻഡസ്ട്രീസുമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കോട്ടൺ ഏത് ഇൻഡസ്ട്രിയാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഷുഗർ കെയിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡസ്ട്രി ഏതാണ്? ഷുഗർ ഇൻഡസ്ട്രി. റബ്ബർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ടയർ ഇൻഡസ്ട്രി. കോക്കനട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഓയിൽ ഇൻഡസ്ട്രി. മിൽക്ക് ഉപയോഗിച്ച് നമുക്ക് ഏത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാം? ഡയറി ഇൻഡസ്ട്രി. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ മിനറൽ വെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിനറൽസിനെ കുറിച്ച് ഒന്ന് പഠിച്ചാലോ. അപ്പം മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാതുക്കൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ് എന്ന് പറഞ്ഞാല് മെറ്റാലിക്കുമുണ്ട് നോൺ മെറ്റാലിക്കുമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ലോഹ അലോഹ സംയുക്തങ്ങൾ. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംയുക്തങ്ങൾ. ഇപ്പം മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് അല്ലേ. അപ്പൊ ഭൂവൽക്കത്തിൽ നിന്നും നമ്മൾ മിനറൽസ് ഒക്കെ എവിടുന്ന നമുക്ക് ലഭിക്കുക? നമ്മൾ ഭൂവൽക്കത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയാണ് അല്ലെ. അപ്പം ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെ നിന്നാണ് മിനറൽസ് ലഭിക്കുക?
ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ നിന്നും നമ്മൾ കുഴിച്ചെടുക്കുന്നവയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്? മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മിനറൽസിനെ നമ്മൾ രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെറ്റാലിക്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ലോഹ സംയുക്തങ്ങൾ എന്നാണ്. നോൺ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ അലോഹ സംയുക്തങ്ങളാണ്. ഇനി മെറ്റാലിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ് ആൻഡ് സിനബർ. ഇത് ഇത്രയും എന്താണ്? മെറ്റാലിക് ലോഹ സംയുക്തങ്ങളാണ്. നമ്മളിത് അറിഞ്ഞിരിക്കണം. മെറ്റാലിക് കോമ്പൗണ്ട്സ് ഏത്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഏത് എന്ന് അറിഞ്ഞിരിക്കണം. മിനറൽസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഹ സംയുക്തങ്ങളാണ്. ഏതൊക്കെയാണ് മെറ്റാലിക് കോമ്പൗണ്ട്സ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ് ആൻഡ് സിനബർ. ഏതൊക്കെയാണ് നോൺ മെറ്റാലിക് അല്ലെങ്കിൽ അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൈക്ക, ഡയമണ്ട്, സിലിക്ക ആൻഡ് സാൻഡ്. ഇത്ര നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് എവിടെ നിന്നാണ് മക്കളെ നമുക്ക് ലഭിക്കുക? ഭൂവൽക്കത്തിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നവയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ക്ലാസിഫിക്കേഷൻ നോക്കണം. മെറ്റാലിക് മിനറൽസ് ഏത്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഏത്, മിനറൽസ് ഏത് നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ പേര് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഡസ്ട്രീസ് ആണ്. ഒരുപാടുണ്ട്, നമ്മൾക്ക് എല്ലാം കൂടെ എഴുതാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇരുമ്പുരുക്ക് വ്യവസായം നമുക്ക് പറയാം. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് വൺ ഈസ് കോപ്പർ ഇൻഡസ്ട്രി. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പാണ്. കോപ്പർ ഇൻഡസ്ട്രി, അലൂമിനിയം ഇൻഡസ്ട്രി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോൾ ഇൻഡസ്ട്രി. നാലെണ്ണമല്ല, ഒരുപാടുണ്ട്. കോൾ ഇൻഡസ്ട്രി, കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി വ്യവസായമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പുരുക്ക് വ്യവസായം എന്നാണ് അതിന്റെ മലയാളം കേട്ടോ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി ആൻഡ് അലൂമിനിയം ഇൻഡസ്ട്രി, കോൾ ഇൻഡസ്ട്രി. ഇത് ഇത്രയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഈസ് ദ ബിഗസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ ബിഗസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാം? ഏതാണ് ബിഗസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി? ബിഗസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് ബിഗസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഏതാണ്? വിച്ച് ഈസ് ദ ബിഗസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി? ഏതാണ് ഏറ്റവും വലിയ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി, അലൂമിനിയം ഇൻഡസ്ട്രി, കോൾ ഇൻഡസ്ട്രി എക്സെട്ര. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പം എല്ലാ കുട്ടികളും ക്ലാസ് നന്നായി കണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.